ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും ഹാപ്പി ആയിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ചെറിയൊരു ടിപ്സും കൊണ്ടാണ് വന്നേക്കുന്നത്. നമ്മുടെ മുഖത്തുള്ള പാടുകളൊക്കെ മാറ്റി മുഖം നല്ല നിറം വയ്ക്കാനൊക്കെ പറ്റിയ ഒരു ഈസി ഒരു പാക്കാണ് കേട്ടോ. അപ്പോൾ ഇതിലൊരു ക്ലെൻസിങ് ഉണ്ട്, നല്ല അടിപൊളി ഒരു പാക്കും കൂടി ഞാനിത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നല്ല സൂപ്പർ പാക്കാണ് കേട്ടോ. ഇത് നമ്മൾ ആഴ്ചയിൽ 3 തവണയൊക്കെ ഈ ഒരു പാക്ക് ഇടുവാണെങ്കിൽ മുഖം നല്ലൊരു ഗ്ലോ ആയിട്ട് ഇരിക്കാനൊക്കെ നല്ലതാണ്. പിന്നെ ക്ലെൻസിങ് ഉണ്ടല്ലോ, നമ്മുടെ സ്ഥിരം നമ്മൾ ക്ലെൻസിങ് ഈ ഒരു രീതിയിൽ അങ്ങ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ മുഖത്തുള്ള കുഞ്ഞു കുഞ്ഞു കലകളും പാടുകളൊക്കെ മാറി മുഖം നല്ലൊരു ഗ്ലോ ആയിട്ട് ഇരിക്കാൻ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ അതിന് മുന്നേ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞു ചാനൽ ഒന്ന് കണ്ടു നോക്കി ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബൊക്കെ ഒന്ന് ചെയ്യണം കേട്ടോ. ഇതുവരെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റൊക്കെ ചെയ്ത് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയേക്കാം. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോണത്, ആദ്യം നമ്മൾ മുഖം നല്ല വൃത്തി കഴുകണം കേട്ടോ. ഞാനിത് മുഖമൊക്കെ നല്ല വൃത്തിയിൽ കഴുകിയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് ക്ലെൻസിങ് ചെയ്യാൻ കേട്ടോ. ഈ ക്ലെൻസിങ് ഉണ്ടല്ലോ, നമ്മുടെ മുഖമൊക്കെ നല്ലൊരു ക്ലീനാക്കി വെക്കും കേട്ടോ. നമ്മൾ ഡീപ്പ് ക്ലീനാക്കി വെക്കും. അതായത് മുഖമൊക്കെ പാടൊക്കെ ഉണ്ടെങ്കിൽ കുറയാനൊക്കെ നല്ലതാണ് ഈ ക്ലെൻസിങ്. അപ്പം ഞാൻ ക്ലെൻസിങ്ങിൽ എടുക്കുന്നത് പാലാണ്, തിളപ്പിക്കാത്ത പാലാണ് എടുക്കുന്നത്. ഇന്നും ഞാൻ പാൽ തന്നെ എടുത്തത്. പക്ഷേ പാലിൻ്റെ കൂടെ ഞാൻ വേറൊരു സാധനം കൂടി മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഡബിൾ ഗുണം നമ്മുടെ മുഖത്ത് കിട്ടും കേട്ടോ. പിന്നെ അത് മാത്രമല്ല, മുഖം നല്ലൊരു പിങ്കിഷ് കളർ ആവാനും ഈ ഒരു ക്ലെൻസിങ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് നോക്കിയാലോ, ക്ലെൻസിങ് പാലിലൂടെ എന്താ ചേർക്കണേന്ന് നോക്കിയാലോ. അപ്പോൾ ക്ലെൻസിങ്ങിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് പാല്, കണ്ടില്ലേ, പാലെടുത്തിട്ടുണ്ട്. നമുക്കിതിലോട്ട് കുറച്ച് ബീട്രൂട്ട് ജ്യൂസും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടെ മിക്സ് ചെയ്ത് നമുക്ക് മുഖത്ത് തേക്കാം. ഇപ്പോൾ ഇതാണ് ഞാൻ ക്ലെൻസിങ്ങിനായിട്ട് എടുക്കുന്നത്. നമ്മുടെ മുഖത്തുള്ള പാടൊക്കെ മാറി കലകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറി മുഖം നല്ലൊരു പിങ്കിഷ് കളറാക്കി എടുക്കാൻ പറ്റും കേട്ടോ. പ്രത്യേകിച്ച് നമ്മൾ ഒരുപാട് നല്ല വെളുത്ത ആൾക്കാരില്ലേ, ആ വെളുത്ത ആൾക്കാർക്ക് ഈ ഒരു പാക്ക് ക്ലെൻസിങ് ചെയ്യുമ്പോൾ അവർ മുഖം നല്ല ചുമന്ന് തുടുത്തിരിക്കും കേട്ടോ. അപ്പോൾ എൻ്റെ മുഖമൊന്നും അങ്ങനെ ആവില്ല, ഞാൻ ഇരുന്നൂറായതുകൊണ്ട് എനിക്ക് അത്രയും കിട്ടില്ല. പക്ഷെ നല്ല വെളുത്തവരുണ്ടാവില്ല, വെളുത്തവർക്കൊക്കെ ഈ ഒരു ക്ലെൻസിങ് ചെയ്യുമ്പോൾ നമുക്ക് ആ മുഖമൊക്കെ ഇങ്ങനെ ഒരു എന്താ പറയുക, നല്ല രക്തപ്രസാദം പോലെ ഇരിക്കും, നല്ല ചുമന്ന് തുടുത്തിരിക്കും കേട്ടോ. ഇത് ഇരുന്നൂറുകാർക്കും ഉണ്ടാവേ, പക്ഷെ വെളുത്തവർക്ക് പ്രത്യേകിച്ച് ഈ ഒരു കളറ് പ്രത്യേകിച്ച് നമുക്ക് എടുത്തറിയാൻ പറ്റുമല്ലോ. അപ്പോൾ ഇത് നമ്മൾ ക്ലെൻസിങ് ചെയ്യുമ്പോണ്ടല്ലോ, നമ്മുടെ മുഖത്തുള്ള അഴുക്കൾ പോവുക മാത്രമല്ല മുഖം നല്ല ക്ലിയർ ആവും. അതായത് ഈ കുഞ്ഞു കുഞ്ഞു മുഖക്കൂരൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ മാറാനും നല്ലൊരു ടിപ്പാണ് ഈ ബീട്രൂട്ട് ജ്യൂസും ഈ പാലും ചേർത്തുള്ള ഈ ഒരു ക്ലെൻസിങ് കേട്ടോ. അപ്പോൾ നമുക്ക് മുഖത്തങ്ങ് തേച്ച് കൊടുക്കാം. ഒരു മിനിറ്റൊക്കെ മുഖത്തങ്ങ് ഇതുപോലെ അങ്ങ് തേച്ച് പിടിപ്പിച്ചാൽ മതി കേട്ടോ. എന്നിട്ട് ഡ്രൈ ആയതിനു ശേഷം കഴുകി കളഞ്ഞാൽ മതിയേ. ഇത് നമുക്ക് സ്ഥിരം ചെയ്യാം കേട്ടോ. പാക്കൊക്കെ നമുക്ക് ആഴ്ചയിൽ 3 തവണയൊക്കെ ചെയ്താൽ മതിയാവുമേ. പക്ഷേ ക്ലെൻസിങ് നമുക്ക് ദിവസം നമുക്ക് ചെയ്യാം. പാല് തന്നെ ക്ലെൻസിങ് ചെയ്യാം, ദിവസം ചെയ്യുന്നതിൽ ഒരു കുഴപ്പമില്ല. പാലിൻ്റെ കൂടെ നമുക്ക് ബീട്രൂട്ട് ജ്യൂസും കൂടി മിക്സ് ചെയ്യുവാണെങ്കിൽ അതിനേക്കാൾ ഡബിൾ റിസൾട്ട് തന്നെ കിട്ടും കേട്ടോ. പിന്നെ നമ്മുടെ ചുണ്ടിനോട് ചുറ്റിലുള്ള കറുത്ത പാടൊക്കെ ഇല്ലേ, ആ കറുത്ത പാടൊക്കെ കുറയാൻ ഈ ബീട്രൂട്ട് ജ്യൂസ് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ലിപ് ബാം ഒന്നിട്ടില്ല, ഞാൻ നേരത്തെ ബീട്രൂട്ട് ജ്യൂസാണ് തേച്ചത്. ഇപ്പം തേക്കുക. അപ്പോൾ നമ്മുടെ ചുണ്ടിന് ചുറ്റുള്ള കറുത്ത പാട് കുറയാനും ബീട്രൂട്ട് ജ്യൂസ് നമ്മൾ സഹായിക്കും. പിന്നെ കണ്ണിന് ചുറ്റുള്ള കറുപ്പ് കുറയാനും ഒക്കെ നല്ലതാണ് കേട്ടോ. നമ്മൾ സ്ഥിരം ചെയ്യണേ, സ്ഥിരം ചെയ്തെങ്കിലാണ് നല്ല റിസൾട്ട് കിട്ടുക കേട്ടോ. ഒറ്റ ദിവസം കൊണ്ടൊന്നും നമ്മുടെ കണ്ണിന് ചുറ്റുള്ള കറുത്ത പാടൊന്നും കുറയത്തില്ല, നമ്മൾ സ്ഥിരം ചെയ്യണം. അപ്പോൾ ഞാനിത് മുഖത്ത് മാത്രം തേക്കുന്നുള്ളേ, നിങ്ങൾ തേക്കുമ്പോൾ മുഖത്തും കഴുത്തിലും ഒക്കെ തേക്കണം കേട്ടോ. ഈ 2-3 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് നല്ല വൃത്തിയിലങ്ങ് കഴുകി കളയാം. ഇതൊന്ന് ഡ്രൈ ആവട്ടെ, ഡ്രൈ ആയതിനു ശേഷം നമുക്ക് കഴുകി കളയാം. അപ്പോൾ ഞാനിത് മുഖമൊക്കെ നല്ല വൃത്തിയിൽ കഴുകിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് പാക്കും കൂടി ഒന്ന് ഇട്ടുകൊടുക്കാവേ.
അപ്പോൾ ഫേസ് പാക്കിനായിട്ട് ഞാൻ എടുക്കുന്ന സാധനം ഇത് അരിപ്പൊടിയാണ്. അരിപ്പൊടിയാണ് ഇച്ചിരി കൂടി മുഖമൊക്കെ നിറം വയ്ക്കാനൊക്കെ നല്ല സാധനം കേട്ടോ. അരിപ്പൊടി എടുത്തിട്ടുണ്ട്. നമുക്കൊരാവശ്യത്തിലുള്ള അരിപ്പൊടി എടുത്താൽ ഞാനൊരു 1 സ്പൂൺ അളവിലാണ് അരിപ്പൊടി എടുത്തേക്കുന്നത്. ഇനി നമുക്കിതിലോട്ട് കുറച്ച് തൈരില്ലേ, നല്ല കട്ട തൈരും കൂടി ഒന്ന് മിക്സ് ചെയ്യാവേ. അത് 1 സ്പൂൺ അളവിൽ കണ്ടല്ലോ, ആ 1 സ്പൂൺ അളവിൽ തൈര് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് നേരത്തെ എടുത്ത് വെച്ച ബീട്രൂട്ട് ജ്യൂസ് ഇല്ലേ, അതും കൂടി ഒന്ന് ഇട്ടെടുക്കാം കേട്ടോ, അല്ല ഒഴിച്ചു കൊടുക്കാവേ. അപ്പോൾ ഈ ബീട്രൂട്ട് ജ്യൂസ് ഉണ്ടല്ലോ, ഞാൻ വെള്ളമൊന്നും ചേർക്കാണ്ട് തന്നെ അരച്ചെടുത്ത ജ്യൂസാണിത്. കുറച്ചും കൂടെ ഒന്ന് മതിയാവും കേട്ടോ. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാവേ. ഇച്ചിരി കൂടെ ഒന്ന് തൈര് ഒഴിച്ചു കൊടുക്കാം. ഇച്ചിരി ഒന്ന് കട്ടയായിപ്പോയി. നമ്മുടെ പാക്കുണ്ടല്ലോ വെള്ളം പോലെ ഒന്നും ആവരുത്, ഒരുപാട് കട്ടിയാവും ചെയ്യരുത്. നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും നമ്മുടെ ഒരു പാക്ക് നമുക്ക് കറക്റ്റായി എന്നുള്ളത്. കുറച്ച് തൈരും കൂടി ഞാനൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ മുഖമൊക്കെ നിറം വയ്ക്കാനൊക്കെ നല്ലൊരു ഫേസ് പാക്കാണിത്. ആഴ്ചയിൽ ഒരു 3 തവണ ഉപയോഗിക്കുവാണെങ്കിൽ നല്ല റിസൾട്ട് ഉണ്ടാവും. ഇനിയിപ്പോൾ നമ്മളൊരു ഫങ്ഷനൊക്കെ പോവുകയാണെങ്കിൽ ഈ ഒരു പാക്ക് നമുക്ക് തലേ ദിവസം ചെയ്യുവാണെങ്കിൽ, വൈകുന്നേരമൊക്കെ ചെയ്യുവാണെങ്കിൽ മുഖമൊക്കെ നല്ലൊരു എന്താ പറയുക, നല്ലൊരു ഗ്ലോ തന്നെ ഉണ്ടാവും. അപ്പം നമ്മുടെ പാക്ക് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. തൈര്, ബീട്രൂട്ടിൻ്റെ ജ്യൂസ്, അരിപ്പൊടി ഇത് ചേർത്തുള്ള നല്ലൊരു ഈസി പാക്ക്. കണ്ടില്ലേ, കളർ കണ്ട നല്ലൊരു പിങ്ക് കളർ അല്ലേ. ഇനി നമുക്ക് നമ്മുടെ മുഖത്തങ്ങ് തേച്ച് കൊടുക്കാവേ. അപ്പോൾ ഈ ഒരു പാക്ക് ആഴ്ചയിൽ ഒരു 3 തവണയൊക്കെ തേച്ച് കൊടുത്താൽ മതിയാകും കേട്ടോ. ഈ ഒരു ഫങ്ഷനിലൊക്കെ പോവുകയാണെങ്കിൽ ഈ ഒരു പാക്കൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മുഖമൊക്കെ നല്ല അടിപൊളിയായിട്ട് തിളങ്ങിയിരിക്കും. ഈ കളർ നോക്കിക്കേ, നല്ല റോസ് കളർ അല്ലേ. കുറച്ച് കട്ടിയിലാണ് തേച്ച് കൊടുക്കാം കേട്ടോ. അരിപ്പൊടി തരികളൊന്നും ഇല്ലാത്തത് കൊണ്ടേ നല്ല നൈസായിട്ടുള്ള അരിപ്പൊടിയാണല്ലോ. അപ്പോൾ നല്ലൊരു ക്രീം നിൽക്കുന്ന പോലെ തന്നെ നമുക്ക് തോന്നുവേ. പിന്നെ കുഞ്ഞു കുഞ്ഞ് തരികളൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും പ്രശ്നമില്ല, നമുക്കത് കഴുകാൻ നേരത്തെ ഇപ്പോൾ സ്ക്രബ് പോലെ ചെയ്തങ്ങ് കഴുകളയുവാണെങ്കിൽ നല്ലതാണ്. അപ്പോൾ ഒരു 20 മിനിറ്റ് നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ ഇത് ഞങ്ങൾ തേച്ച് കൊടുത്തിട്ടുണ്ട്, ഡ്രൈ ആവട്ടെ. ഡ്രൈ ആയതിനു ശേഷം നമുക്ക് കാണാം. അപ്പം ഞാൻ കഴുത്തിലൊന്നും ഈ പാക്ക് ഇട്ട് കൊടുത്തില്ല, നിങ്ങൾ തേക്കുമ്പോൾ കഴുത്തിലും ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പം ഉണങ്ങട്ടെ, ഉണങ്ങി കാണാം. ഞാനിതാ മുഖമൊക്കെ നല്ല വൃത്തിയിൽ കഴുകിയിട്ടാട്ടോ വന്നേക്കണം. ഒരു 20 മിനിറ്റ് മുഖത്ത് വെച്ചോളൂ. അതിന് ശേഷം പോയി കഴുകി കേട്ടോ. നല്ലൊരു ചേഞ്ച് അറിയാൻ പറ്റുന്നുണ്ട്. മുഖം നല്ലൊരു ഗ്ലോ ആയിട്ടുണ്ട്. അടിപൊളി ഒരു പാക്കാണ് ഇത്. നമുക്ക് ആഴ്ചയിൽ 3 തവണ ചെയ്യുവാണെങ്കിൽ നല്ല റിസൾട്ട് ഉണ്ടാവും. മുഖം നല്ല നിറം വയ്ക്കാനും ഒക്കെ നല്ല ഒരു പാക്കാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.